നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് LGS പരീക്ഷയുടെ രണ്ടാമത്തെ ഘട്ടം, സെക്കൻഡ് സ്റ്റേജ്. അത് നടന്നത് നവംബർ മാസം 23-ാം തീയതിയാണ്. അപ്പൊ നവംബർ മാസം 23-ാം തീയതി നടന്ന LGS പരീക്ഷയുടെ രണ്ടാം ഘട്ടം എഴുതിയ ജില്ലകളിൽ ഏതെല്ലാം ജില്ലകളാണെന്ന് നമുക്കറിയാം അല്ലെ? മലപ്പുറവും കണ്ണൂരും ഇടുക്കിയും പത്തനംതിട്ടയും അടുത്തടുത്ത് കിടക്കുന്ന ജില്ലകളാണല്ലോ. മലപ്പുറം, കണ്ണൂര്, ഇടുക്കി, പത്തനംതിട്ട. വലിയ ഗ്യാപ്പൊന്നുമില്ല. അവിടെ കോഴിക്കോട് വരുമെന്നില്ലല്ലോ, മലപ്പുറത്തിന്റെ കണ്ണൂരിന്റെ ഇടയിലായിട്ട്. ബാക്കി ഇവിടെ ഇടുക്കിയും പത്തനംതിട്ടയും നമുക്ക് അടുത്തടുത്തെന്ന് പറയാൻ പറ്റുന്ന ജില്ലകൾ തന്നെയാണ് അല്ലെ? അപ്പോ ഈ ജില്ലകളിൽ, ഈ 4 ജില്ലകളിൽ നടന്ന LGSന്റെ പരീക്ഷയുടെ ഒരു ഫൈനൽ ആൻസർ കീ വന്നു. ആൻസർ കീ നോക്കുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെയൊക്കെ തന്നെയുള്ള മാറ്റങ്ങളൊക്കെ തന്നെയാണ് അല്ലെ? ഡിലീഷൻ എന്ന് പറയുന്നത് എത്ര ഉണ്ട്? 11 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 2 ക്വസ്റ്റ്യൻസിന്റെ ആൻസറിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ 2 ഉത്തരങ്ങൾക്ക് വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. 11ഓളം ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പരീക്ഷ കഴിഞ്ഞ സമയത്തിന് നമ്മുടെ ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡിലീഷനുള്ള സാധ്യത എന്ന് പറയുന്നത് 5 മുതൽ 10% വരെയാണ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഒരു ചോദ്യം കൂടി 11% വന്നിട്ടുണ്ട്. അതുപോലെ ഉത്തര സൂചികയിലെ വ്യത്യാസം എന്ന് പറയുന്നത് 2 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഡിലീഷനും ആൻസർ ചേഞ്ചും വന്നിരിക്കുന്ന പ്രൊവിഷണൽ കീയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഒരു 10% വരെ ഉണ്ടാകാമെന്ന് നമ്മൾ സാധാരണഗതിയിൽ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ അവിടെയും സൂചിപ്പിച്ചിരുന്നു. ഇവിടെ വന്നിരിക്കുന്ന എത്രയാണ്? 11-ഉം 2-ഉം 13ഓളം ഉത്തരങ്ങൾക്ക് പ്രൊവിഷണൽ ആൻസർ കീയുമായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചോദ്യങ്ങളുമായിട്ട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കാം ഇപ്പൊ നിലവിലുള്ള ആ ഒരു മാർക്ക് ഓരോ ഉദ്യോഗാർത്ഥികൾ ലഭിച്ചിരിക്കുന്നതെന്നാണ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടത് അല്ലെ? അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, മാർക്കിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ പറയുന്ന മലപ്പുറം അതുപോലെ തന്നെ കണ്ണൂർ ജില്ലകളിൽ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഒരു 63 മുതൽ 68 വരെയുള്ള ഒരു മാർക്കായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. ഇതൊരു ഇടുക്കി, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ നമ്മൾ പറഞ്ഞ മാർക്ക് എന്ന് വെച്ചാൽ ഒരു 57 മുതൽ 62 വരെയുള്ള ഒരു മാർക്കായിരുന്നു നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അത് ഏകദേശം ഒരു 10%, 5-നും 10-നും ഇടയിൽ ഡിലീഷൻ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അത് പറഞ്ഞിരുന്നത്. ഇപ്പൊ വ്യത്യാസം ചെറിയ രീതിയിൽ വന്നിട്ടുള്ളത് കൊണ്ട് കുറച്ച് കൂട്ടുകാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പുതിയ രീതിയിൽ ഒരു വിശകലനം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യമായ വ്യതിയാനമൊന്നും ഇവിടെ നമുക്ക് പറയേണ്ടതില്ല. കാര്യം ഓൾറെഡി പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ അന്നങ്ങനെ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ മാറ്റം എന്താണെന്ന് ചോദിച്ചാല്, നമുക്കറിയാലോ എല്ലാവരും നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് മലപ്പുറം പോലുള്ള ജില്ലകളിലൊക്കെ ഇപ്പൊ ഒരുപാട് കോമ്പറ്റീഷനൊക്കെ വന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അവിടെ പരീക്ഷ എഴുതുന്നുണ്ട്. ഇപ്പൊ പരീക്ഷ നടന്നിരിക്കുന്ന എത്ര മാർക്ക് വെച്ചാൽ 100 മാർക്കിൽ അല്ല നടന്നിരിക്കുന്നത് ഇപ്പൊ എത്രയാണ്? ആ ഒരു ചോദ്യങ്ങൾ 11 ഡിലീറ്റ് ചെയ്യപ്പെട്ട് പോകുമ്പോൾ 89 ചോദ്യങ്ങൾ മാത്രമേ നിലവിലുള്ളൂ. 11 മാർക്ക് എന്നുള്ളത് ഓൾറെഡി നിരാശപ്പെട്ടു വരിക. അപ്പൊ 80-ന് മുകളിലൊക്കെ സ്കോർ ചെയ്ത ആൾക്കാർ ആ ജില്ലകളിൽ ഉണ്ടായിരുന്നു. പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ പലരും പറഞ്ഞു 75 ഉണ്ട്, 80 ഉണ്ടെന്നൊക്കെ പല ആൾക്കാരും എന്ത് ചെയ്തിരുന്നു, പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഡിസ്കഷൻ നടന്നുപോയി. അപ്പൊ നോക്കിയാൽ 11 മാർക്ക് പോയെന്ന് വെച്ചാൽ എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് നമുക്ക് നോക്കാം അല്ലെ? അപ്പൊ മലപ്പുറം ജില്ലയിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് 80 മാർക്ക് ഉണ്ടെന്ന് നിങ്ങളൊന്ന് കണക്കാക്കി. അയാൾ ഇത് കൂടുതൽ ചെയ്യാൻ നേരത്ത് അല്ലെ അയാൾക്ക് അത്രയും മാർക്ക് കൂടുതൽ കിട്ടുന്നത്. അപ്പൊ അയാൾ സ്വാഭാവികമായിട്ട് ഡിലീഷൻ സംഭവിച്ചിട്ടുള്ള ചോദ്യങ്ങളും കയറി ചെയ്തിട്ടുണ്ടാവും. അയാൾ ചെയ്ത 11 ചോദ്യങ്ങൾ പോയി കഴിഞ്ഞാൽ അയാളുടെ മാർക്ക് 80-ന്ന് 11 പോയാൽ 69 ആയില്ലേ? പിന്നെ 2 ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു പോയി, അതും ഇയാളുടെ ഗതികേടിനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് 67 മാർക്കായില്ലേ? ഇനി ഈ 2 ചോദ്യങ്ങളുടെ നെഗറ്റീവ് മാർക്ക് കൂടി അയാൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ മാർക്ക് എത്രയായി? 66.33 മാർക്കായില്ലേ? അപ്പൊ 80% മാർക്ക് അല്ലെങ്കിൽ 80% ശരിയുത്തരങ്ങൾ ചെയ്ത് ഇത്രയും മാർക്ക് സ്കോർ ചെയ്ത ഒരാളുടെ അവസ്ഥ കിടക്കുന്നത് ഇപ്പൊ എവിടെയാണ്? 66.33 മാർക്കുകളാണ് കിടക്കുന്നത് അല്ലെ? ഇനി ഒന്ന് നോക്കിക്കേ, ഒരു ശരാശരിക്കാരൻ ഒരു 55 മാർക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരാളുടെ ഒരു അവസ്ഥ ഒന്ന് നോക്കി. 55 മാർക്ക് കിട്ടിയുള്ള അയാൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അയാള് മാർക്ക് കൂട്ടി വെച്ചിരിക്കുന്ന 100-ലുള്ള മാർക്കാണ് കൂട്ടുന്നത്. അപ്പൊ അയാൾക്ക് ഇവിടെ സംഭവിച്ചത് എന്ന് വെച്ചാൽ എത്രയാണ്? 13 ചോദ്യങ്ങൾ അയാൾ കൂട്ടി വെച്ചിട്ടുണ്ട്, അയാൾക്ക് തെറ്റിപ്പോകുന്ന രീതിയിൽ അല്ലെ? അപ്പൊ 13 ചോദ്യങ്ങൾ അയാൾ കൂട്ടി വെച്ചിട്ടുള്ളൂ. 12 ചോദ്യങ്ങളാകുമ്പോ തന്നെ നമുക്ക് എത്ര മാർക്കായി? നമുക്ക് 4 മാർക്ക് കയറുന്നു അല്ലെ? ആ 4 മാർക്ക് ഇയാൾക്ക് കയറും. അപ്പൊ എത്ര അയാളുടെ മാർക്ക്? 59 മാർക്ക് ആയി. നെഗറ്റീവിന്റെ മാർക്ക് അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത്രയും മാർക്ക് അയാൾക്ക് കയറിയില്ലേ അല്ലെ?
ഇനി വീണ്ടും നമ്മൾ നോക്കിയേ, ഒരു മാർക്ക് കൂടി ഇവിടെ അയാൾക്ക് വരികയാണല്ലേ. അത് നോക്കാൻ നേരത്ത് ആ പോയിന്റ് 3.3, അതായത് 59.33 മാർക്ക്. ഇത്രയും അയാൾക്ക് നെഗറ്റീവ് എന്ന രീതിയിൽ അയാൾ കണ്ടിരുന്ന 13 ചോദ്യങ്ങളുടെ ആ നെഗറ്റീവ് എന്ന് പറഞ്ഞ മാർക്കാണ് 4.33 അയാൾ കണക്കാക്കി വെച്ചിരുന്നത്. അത് അയാൾക്ക് കിട്ടുമ്പോൾ 55ഉം 4ഉം 59.33 മാർക്ക് അയാൾക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനിയോ അയാളുടെ ഭാഗ്യത്തിന് ഈ ഉത്തരങ്ങള് അയാൾക്ക് 2 ശരിയായിട്ട് വന്നു എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ 2 ശരിയായിട്ട് വരുമ്പോൾ നെഗറ്റീവ് മാർക്ക് നമ്മളിപ്പോ കൂട്ടിയുള്ള ഒറിജിനൽ 2 മാർക്ക് കൂടി അങ്ങോട്ട് കൂട്ടിയാൽ അയാളുടെ മാർക്ക് എത്രയായി? 61.33 മാർക്കായി. അപ്പൊ പ്രൊവിഷണലിലേക്ക് വന്നപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട് വീട്ടിൽ നിരാശപ്പെട്ടിരുന്ന ഒരാൾക്ക് സംഭവിച്ച വ്യത്യാസമാണ് 61.33 എന്ന് പറഞ്ഞ മാർക്കിലേക്കുള്ള വരും. അതേപോലെ 80 മാർക്ക് മേടിച്ച് ഞാൻ 80 സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് പ്രത്യാശയോടുകൂടി കരുതിയിരുന്ന പാവപ്പെട്ടവന്റെ അവസ്ഥയാണ് 66.33 മാർക്ക് എന്ന് പറയുന്നത്. തമ്മിലുള്ള വ്യത്യാസം എത്ര വന്നത്? വെറും 5 മാർക്കിന്റെ വ്യത്യാസമേ ഉള്ളൂ. 80 സ്കോർ ചെയ്തവനും 55 സ്കോർ ചെയ്തവനും തമ്മിലുള്ള വ്യത്യാസം അല്ലെ. 80ഉം 55ഉം തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം 25 ആണ്. 50ന്റെയും 55ന്റെയും 80ന്റെയും വ്യത്യാസം. പക്ഷെ ഈ ഒരു 11 ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടുകയും 2 ഉത്തര സൂചികയിൽ വ്യതിയാനം വരികയും ചെയ്തു കഴിഞ്ഞപ്പോൾ അത് 2 പേരെയും ബാധിച്ചു കഴിഞ്ഞപ്പോൾ ഒരാളെ പോസിറ്റീവായിട്ടും ബാധിച്ചു, മറ്റൊരാളെ നെഗറ്റീവായിട്ടും ബാധിച്ചു എന്ന് കണക്കാക്കി നമ്മളൊരു റിവ്യൂ നടത്തിയാൽ 55 വാങ്ങിച്ചവന് ഈ പറഞ്ഞ നെഗറ്റീവ് അല്ലെങ്കിൽ ആ ഡിലീഷൻ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് 61.33 മാർക്ക് വരെ കയറാം. ഇനി 80 മാർക്ക് മേടിച്ചയാൾക്ക് ഇത് നെഗറ്റീവായി വന്നു പോച്ചു കഴിഞ്ഞാൽ, ദോഷകരമായി വന്നു പോച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കുറഞ്ഞു കിട്ടുന്ന മാർക്ക് എത്രയാണ്? 66.33 മാർക്കിലേക്ക് അയാൾ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ഓഫ് മാർക്കിലേക്ക് കാര്യമായ വ്യതിയാനം വരുമോ എന്ന് ചോദിച്ചാൽ കാര്യമായ വ്യതിയാനങ്ങളൊന്നും തന്നെ വരാൻ സാധ്യത കാണുന്നില്ല. കാരണം കുറെ ആൾക്കാർ കുറഞ്ഞിങ്ങോട്ട് വരുന്നു, മറ്റു ചില ആളുകൾക്ക് മാർക്ക് കൂടുകയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ മലപ്പുറം, കണ്ണൂർ ജില്ലകളിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം ഇതേപോലെ നീ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 മാർക്കിനും 68 മാർക്കിന്റെയും ഇടയിൽ തന്നെ നിൽക്കാം. ഇവിടുത്തെ മാർക്ക് ഈ പറഞ്ഞ മലപ്പുറം, കണ്ണൂർ ജില്ലകളിലെ മാർക്ക് 60-68 മാർക്കിന്റെ ഇടയിൽ തന്നെ നിൽക്കാനാണ് സാധ്യത. കാരണം ഈ ഒരു മാർക്കിന്റെ ഇടയിൽ ഒരുപാട് പേരുണ്ടാകും, കൂടുതൽ ആൾക്കാരുണ്ടാകും. അതായത് കട്ട് ഓഫ് മാർക്കിനേക്കാളും ഒരു 10 മാർക്ക് കൂടുതലുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് 1-മത്തെയോ 5-മത്തെയോ 10-മത്തെയോ റാങ്കിൽപ്പെടുന്ന ആൾക്കാരുമായിരിക്കും. ഇനി നമ്മൾ നോക്കിയാൽ ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ അവസ്ഥയും നോക്കിക്കഴിഞ്ഞാൽ അവർക്കും ഇത് ബാധകമാണ്. അവിടെ നമ്മൾ പറഞ്ഞിരുന്ന മാർക്ക് എന്ന് വെച്ചാൽ 57 മാർക്കിനും 62 മാർക്കിനും ഇടയിൽ വരാമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. മറ്റു ജില്ലകളിലുള്ള ഉദ്യോഗാർത്ഥികൾ വന്ന് ഇവിടെ കോമ്പറ്റീഷൻ കൂട്ടുകയാണെങ്കിൽ ഇവിടെ ചിലപ്പോൾ കട്ട് ഓഫിൽ ചെറിയ വ്യത്യാസമൊക്കെ വരാം, ഇല്ലെങ്കിൽ ഇതേ തന്നെ രീതിയിൽ ഇരിക്കാം. അപ്പോൾ ഇവിടെ എത്ര മാറ്റം വരെ കുറയാമെന്ന് ചോദിച്ചാൽ ഒരു 2 മാർക്ക് കൂടി നമുക്ക് ഇവിടെ ഒന്ന് കണക്കാക്കി വയ്ക്കാം. ഒരു 55നും 62നും ഇടയിൽ മാർക്ക് ഇടുക്കി, പത്തനംതിട്ട മുതലായ ജില്ലകളിൽ സ്കോർ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കട്ട് ഓഫ് മാർക്കിന്റെ ഉള്ളിൽ വരാനായിട്ടുള്ള സാധ്യതയാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ബാസിസ് അക്കാഡമിയുടെ LGS പരീക്ഷയുടെ 2-മത്തെ ഉത്തര സൂചിക ഫൈനൽ കീ വന്നതനുസരിച്ച് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന റിവ്യൂ ആണ് ഇത്. ഇനിയിപ്പോൾ 10th മെയിൻ പരീക്ഷകൾ വരുന്നുണ്ട്, അതേപോലെ ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകൾ വരുന്നുണ്ട്, സിവിൽ പോലീസ് ഓഫീസറിന്റെയും എക്സൈസ് ഓഫീസറിന്റെയും ഒക്കെ പരീക്ഷകൾ വരുന്നുണ്ട്. അത്തരത്തിലുള്ള പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുത്ത് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഠനത്തിന്റെ രീതി മാറണം, സ്ട്രാറ്റജി മാറണം. ആറ്റിൻ പറ്റത്തെ പോലെ ആരെങ്കിലും തെളിക്കുന്ന ഒരു വഴിയിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല. വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന, വ്യത്യസ്തമായിട്ട് പഠിക്കുന്ന, വ്യത്യസ്തമായ ശൈലിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമായിരിക്കും ഇനിയുള്ള കാലങ്ങളിൽ റാങ്ക് പട്ടികയിൽ എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ചു പോകാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാസിസ് അക്കാഡമിയുടെ ക്ലാസ്സുകളെ കുറിച്ചുള്ള, ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചും ഓഫ്ലൈൻ ക്ലാസ്സിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾ ഇഷ്ടപ്രകാരം താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുകയും ആവാം. അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ടുന്ന നമ്പർ മെസ്സേജ് അയച്ചാൽ മതിയാവും വാട്സപ്പില് 9846183166. ഇതാണ് ഞങ്ങളിലേക്ക് എത്താനുള്ള നമ്പർ. ഒരിക്കൽ കൂടി 9846183166. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു. പുതുവത്സരാശംസകളോടെ PS ശ്രീറാം.